പരിചയമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എടുക്കും. പക്ഷെ പരിചയമില്ലാത്തൊരു നമ്പരോ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്റെ ജോലി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും വിളിക്കുക, നമ്മൾ സംസാരിച്ച് പരിചയപ്പെടണം. അപ്പോ സംസാരിക്കുന്ന പ്രോസസ് വരെ ഓക്കെയാണ്, പക്ഷെ ആ ഫോൺ കോൾ ചെയ്യുന്ന ബുദ്ധിമുട്ട് ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അതായതുകൊണ്ടോ ഐ നീഡ് ടു. എനിക്ക് തോന്നുന്നത് ഇത് ബ്രോ പറഞ്ഞ പോലെ തന്നെ എന്റെയും പ്രശ്നം ഈ നമ്മളെ രണ്ടുപേരും പ്രശ്നം രണ്ടാണെങ്കിൽ, ബ്രോയുടെ പ്രശ്നം ഫോൺ വരുമ്പോ ആൾക്കാരെ എടുക്കുക, പുതിയ ആൾക്കാരെ ആയിട്ട് മിങ്കിൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രശ്നമാണെങ്കിൽ, എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് HMRC എനിക്കൊരു ലെറ്റർ അയച്ചിരുന്നു. അപ്പൊ ആ ലെറ്ററിൽ അന്ന് സോൾവ് ചെയ്യാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഒരു വാർണിംഗ് ലെറ്റർ. അപ്പൊ ഈ വാർണിംഗ് ലെറ്റർ ഇങ്ങനെ, അതുപോലെ തന്നെ പല ഈ പാർക്കിംഗ് ഫൈൻ ലെറ്ററുകൾ, അപ്പൊ അതിന്റെ അതിലേക്ക് വരാം. അപ്പൊ ഈ വാർണിംഗ് ലെറ്റർ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇത് കുഴപ്പമില്ല, പതുക്കെ ആലോചിക്കാം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചു. ഇങ്ങനെ മാറ്റി വെച്ചിരുന്നിട്ട് ഞാൻ അത് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്തൊന്നും കൃത്യമായിട്ടൊന്നും സബ്മിറ്റ് ചെയ്തില്ല. 2 ദിവസം മുമ്പ് ഒരു ഫൈൻ വന്നിരിക്കുകയാണ്. 1500 പൗണ്ടിന്റെ ഒരു ഫൈൻ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഒന്നാമത് നാട്ടിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന സമയം, ഉള്ള കാശ് എല്ലാം പോയി തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് രാവിലെയാണ് ആ ഫൈൻ വന്നത്. വിളിച്ച് കാല് പിടിക്കാതെ അറിയില്ല. അപ്പം 1500 രൂപയുടെ ഒരു ഫൈൻ എന്നൊക്കെ പറയുമ്പോ ഈ ഫൈൻ എനിക്ക് 1 രൂപ പോലും ഇല്ലാതെ അവോയ്ഡ് ചെയ്യാമായിരുന്നു. 100% അല്ലെങ്കിൽ മിനിമൽ എമൗണ്ടിൽ അവോയ്ഡ് ചെയ്യാമായിരുന്നു. നമ്മൾ പറയുന്ന അക്കൗണ്ടിനെ വിളിച്ചു പറഞ്ഞിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു തന്നെ. പക്ഷെ അത് ചെയ്യാതിരുന്ന് നമ്മളിപ്പോ ഇങ്ങനെ ആയപ്പോ ഞാൻ ആലോചിച്ച എന്റെ പ്രശ്നം, അതായത് ഈ വെച്ചുകൊണ്ടിരിക്കുന്ന കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുപോലെയാണ് ഫൈനുകൾ. എനിക്ക് പലപ്പോഴും ഈ ഡാർട്ട് ചാർജ്, പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ലണ്ടനിൽ പോയുള്ള ഫൈനുകൾ, ഇതൊക്കെ ഇവന്മാര് തരുന്ന ഒരു സമയമുണ്ട്. ഈ സമയം നമ്മൾ നോക്കാം, ചെയ്യാം. കാരണം നമ്മൾ എപ്പോഴും എന്താണ് മൈൻഡിലുള്ള പ്രോസസ് അതാണ് എനിക്കറിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ആദ്യത്തെ വാർണിംഗ് ലെറ്റർ വന്നു, അപ്പൊ ഇത് വായിക്കുന്നു, അപ്പൊ നമുക്കറിയാം ഇത് പണിയാകും എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാലോ. പിന്നെ എന്തിനാണ് അത് അവോയ്ഡ് ചെയ്യുന്നത്? അതെനിക്കൊന്നൊരു വേദന തരുന്ന പ്രോസസ്സാണ്. അതായത് എന്താണ് ഫോർ എക്സാമ്പിൾ നെഗറ്റീവ് കാര്യങ്ങൾ. അപ്പൊ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോ എപ്പോഴും ഞാനത് ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ആ പ്രോബ്ലത്തിനെ അഡ്രസ് ചെയ്യാത്ത. ഇവൻ ഒരാളൊരു കാര്യം പറഞ്ഞു ഈ ഇടയ്ക്ക്, അതായത് നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാവുന്നതിന്റെ ഏറ്റവും പ്രധാന കാര്യം എന്തായിരിക്കും ബ്രോ? സ്ട്രെസ് ഉണ്ടാവുന്ന പ്രധാന കാരണങ്ങളില് പലതും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള അതാണ് അതിന്റെ സംഭവം. അതായത് കൃത്യസമയത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന ഇതിലൂടെ വരുന്ന സ്ട്രെസ്സാണ് എല്ലാം ഉണ്ടാവുന്നത്. തീരുമാനങ്ങൾ കറക്റ്റായിട്ട് എടുക്കാത്തതുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ സാധനം ഇപ്പം ഫൈനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിത് പതുക്കെ ഇഗ്നോർ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് ചെയ്യാം. മടിയുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു പെയിൻഫുൾ സാധനമാണല്ലോ. നെഗറ്റീവ് സാധനം ബ്രെയിനിന് പെയിൻ തരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഈ ബ്രെയിനിന് പെയിൻ തരുന്ന സാധനങ്ങളെ ഞാൻ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ബ്രോ നേരത്തെ പറഞ്ഞു ബ്രോയ്ക്ക് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഇടപെടാനൊന്നും വലിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഫോണുകളിൽ ഇതേ പ്രശ്നം എനിക്കും ഉണ്ട് ഇടയ്ക്ക്. കാരണം ചില സമയത്ത് നമുക്ക് വരുന്ന കോളുകൾ, അല്ലെങ്കിൽ ചില സമയത്ത് ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ബാഡ് എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ അടുത്ത തവണ അത് ഇനിയുള്ള, അതായത് ഈ 100 പേര് വിളിക്കുന്നതിൽ ചിലപ്പോൾ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും വരുന്നത്. പക്ഷെ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു കാര്യത്തെ റിലേറ്റ് ചെയ്യാൻ നോക്കുന്നിടത്താണ് പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? 100%. എനിക്ക് തോന്നുന്നു നമുക്ക് എപ്പോഴും ബാഡ് ആയിരിക്കും ഹൈലൈറ്റ് ആയി നിൽക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോള് കാണുമ്പോഴത്തേക്ക് എന്തെങ്കിലും പണിയായിരിക്കും, വേണ്ട എന്നുള്ള തോട്ടാണ് പോകുന്നത്. ഇത് മാത്രമല്ല ബ്രോ, ഇപ്പൊ ഫോൺ കോളിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പുതിയൊരാളെന്നുള്ളത് സാധനം. പക്ഷെ ഈ റെഗുലർ ആയിട്ട് ഇപ്പൊ നല്ല ബന്ധമുള്ളവരോട് പോലും ഞാൻ റെഗുലർലി വിളിച്ച് സംസാരിക്കാനല്ല, നമ്മൾ തമ്മിൽ പോലും അങ്ങനെ കോൺവെർസേഷൻ ഇല്ല. നമ്മൾ അല്ലാതുള്ള കാര്യങ്ങൾ, മെസ്സേജ് ആയിരിക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചിട്ട് എന്താണ് സുഖമാണോ, എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംസാരിക്കാനെന്നുള്ള ചോദിച്ചില്ല വരെ എപ്പോഴും. എന്താണ് ഞാൻ ഇപ്പൊ സുഖമാണോ, എന്ത് ചെയ്യുന്നു, കഴിച്ചോ, ഇതിനപ്പുറത്തേക്ക് ഇനി ഞാൻ എന്ത് ചോദിക്കണം എന്നുള്ള ചോദ്യത്തിൽ ഞാൻ ഇങ്ങനെ. പക്ഷെ അത് എനിക്ക് തന്നെ പലപ്പോഴും നമ്മൾ സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത്, നമ്മൾ പലപ്പോഴും പ്രീ ജഡ്ജ് ചെയ്ത് വെക്കുകയാണ്. അതായത് വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കാം പോകുന്നത്. അപ്പം എന്റെ രീതിയിൽ എനിക്ക് മനസ്സിലായത്, ഞാനും ഈ പറയുന്ന ഇത് പൂർണ്ണമായി ഇത്ര ഇല്ലെങ്കിലും എനിക്കും ഈ പറയുന്ന പ്രശ്നങ്ങളുള്ള ആളാണ് സീരിയസ് ആയിട്ട്. കാരണം ഇവർ വിളിക്കുന്ന എന്തിനായിരിക്കും, അല്ലെ ഇവർ സംസാരിക്കുന്ന പ്രശ്നങ്ങൾക്കായിരിക്കുമോ നമുക്ക്, അതായത് അവരുമായിട്ടുള്ള പെയിൻഫുൾ കോൺവെർസേഷൻ എപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും.
അതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മള് ഈ പ്രീ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഒന്നിനെയും ഒരു മുൻവിധി ഇല്ലാതെ ഇടപെടുക. അതായത് ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും വിളിക്കുന്നു, ജസ്റ്റ് ഫോൺ എടുക്കുക, അല്ലെങ്കിൽ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് എന്താണ് അതിന് മുമ്പേ ഉള്ള ചിന്തകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനേക്കാളും ഇമ്പോർട്ടന്റ് എന്താണെന്ന് അറിയാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതൊരിക്കൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതായത് ഇതിന്റെ പ്രധാന ഇഷ്യൂ ഇതാണ്. അതായത് ഈ ഫോൺ എടുക്കുമ്പോൾ പണിയായിരിക്കും എന്ന് തന്നെ സങ്കല്പിക്കുക. നമ്മൾ പറഞ്ഞില്ലേ മുൻവിധിയോടെ എടുക്കണ്ട, നമ്മൾ മുൻവിധി ഇല്ലാതെ എടുക്കുന്നു, പക്ഷെ പണിയാണ് വന്നത്. അപ്പൊ അവിടെ ഈ പണിക്ക് ഒരു നോ പറയാനുള്ള മടിയാണ് നമ്മൾ ഈ ഫോൺ എടുപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്. അതുണ്ടാവാം. അതാണ് ഏറ്റവും വലിയ സാധനം. കാരണം ഇത് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോണും എടുക്കാം, പക്ഷെ ഈ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ആ ആളാരായിരിക്കാം നമുക്കറിയില്ല. ചിലപ്പോൾ വളരെ വേണ്ടപ്പെട്ട ആൾ, അവരൊക്കെ എങ്ങനെ നോ പറയണം. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഇതങ്ങ് എടുക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ സംസാരിക്കാതിരുന്നാൽ മതി എന്നുള്ള ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഒരു പെയിനിലേക്കാണ് വരുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന മൈൻഡ് ചെയ്യുന്ന ഒരു കാര്യം, ബ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ രണ്ടുപേരും രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിലും എനിക്ക് തോന്നുന്നത് ഈ പ്രോസസ്സ് ഏകദേശം ഒന്നാണ്.